ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. 2024 പുറത്തിറങ്ങിയ ഒരു സൂപ്പർ ഹിറ്റ് മൂവിയാണ് ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു മൂവി കൂടിയാണിത്. നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂക്ക അഭിനയിച്ച് തകർത്ത ടർബോ എന്ന മലയാളം മൂവി. എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് നേരെ കഥയിലേക്ക് കിടക്കാം. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു അമ്മയെയും കുട്ടിയെയുമാണ് കാണിക്കുന്നത്. അവർ വീട്ടിലിരിക്കുന്ന സമയം വിൻസെന്റ് എന്ന് പറഞ്ഞൊരു വ്യക്തി അവിടേക്ക് എത്തുന്നു. എന്നിട്ട് അവരുടെ ഭർത്താവായ വിഘ്നേഷിനെ പറ്റി ചോദിക്കുന്നു. തൻ്റെ ഭർത്താവ് പുറത്തു പോയിരിക്കുകയാണ് എന്നും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണെന്നും ആ ലേഡി പറയുന്നു. അടുത്ത സീനിൽ വിഘ്നേഷിനെയാണ് കാണിക്കുന്നത്. അയാളെ വഴിയിൽ വെച്ച് ആരോ അറ്റാക്ക് ചെയ്ത് കൊല്ലുന്നു. ശേഷം വിൻസെന്റിന്റെ ആ ലേഡിയെയും കുട്ടിയെയും കൂടി കൊല്ലുന്നു. ഈ സമയത്താണ് മൂവിയുടെ ടൈറ്റിൽ ടർബോ എന്ന് എഴുതി കാണിക്കുന്നത്. അടുത്ത സീൻ ഇടുക്കിയിലെ ഒരു ഗ്രാമത്തിലെ പള്ളിയിലച്ഛനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടുത്തെ നാട്ടുകാർ വന്ന് അച്ഛനോട് ഈ പള്ളി പെരുന്നാളിനും ആ ജോസ് എന്ന് പറഞ്ഞവൻ വന്നാൽ മൊത്തത്തിൽ കുളമാകും എന്നും പെരുന്നാൾ കഴിയുന്നത് വരെ അവനെ ഇവിടുന്ന് മാറ്റണമെന്ന് പറയുന്നു. അവനെ ഇവിടുന്ന് മാറ്റി നിർത്താൻ അവൻ്റെ അമ്മച്ചിക്ക് മാത്രം പറ്റുള്ളൂ എന്ന് അച്ഛൻ തിരിച്ചവരോട് പറയുന്നു. അങ്ങനെ നാട്ടുകാർ എല്ലാവരും കൂടി ജോസിൻ്റെ അമ്മച്ചിയോട് ഈ കാര്യം അറിയിക്കുന്നു. അമ്മച്ചി വേണ്ടതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞ് അവരെ എല്ലാവരും തിരികെ അയക്കുന്നു. അടുത്ത സീനിൽ നമ്മുടെ നായകനെ വിളിച്ച് പെരുന്നാൾ കഴിയുന്നത് വരെ ഇവിടെ കണ്ടുപോകരുതെന്നും അതുവരെ എവിടെയെങ്കിലും മാറി നിൽക്കണമെന്നും നമ്മുടെ അമ്മച്ചി പറയുന്നു. അങ്ങനെ നായകൻ അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ആ പള്ളിപ്പെരുന്നാളാണ്. അവിടേക്ക് സാബു എന്ന് പറഞ്ഞ ഒരു റൗഡി വരുന്നു. ഈ സാബുവും നമ്മുടെ ജോസും തമ്മിൽ പണ്ടേ പ്രശ്നമുള്ളതാണ്. വീണ്ടും അടിയുണ്ടാക്കാൻ വരുന്നതാണെന്നാണ് നാട്ടുകാർ കരുതുന്നത്. എന്നാൽ അവർ വന്നതിൻ്റെ ഉദ്ദേശം അതല്ലായിരുന്നു. നമ്മുടെ നായകൻ്റെ ഇടതും വലതുമായിട്ട് കുറേ ആൾക്കാരുണ്ട്. ജോസിൻ്റെ വിള്ളർ. അതിൽ മെയിനായിട്ടുള്ള ഒരാളാണ് ജെറി. ജെറി ആണെങ്കിൽ ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാണ്. ഇതറിഞ്ഞിട്ട് ആ കുട്ടിയുടെ വീട്ടുകാർ തല്ലാൻ വിട്ടതാണ് സാബുവിനെ. അങ്ങനെ ഇപ്പോൾ സാബുവിൻ്റെ ആൾക്കാരും ജെറീനെ തല്ലാൻ തുടങ്ങുന്നു. ആ സമയം തന്നെ മുമ്പിൽ ഒരു ജീപ്പ് വരികയാണ്. ആരാണ്? അതാണ് നമ്മുടെ ടർബോ ജോസിൻ്റെ ജീപ്പാണത്. ഒരു മാസ് എൻട്രിയാണ് നമ്മുടെ ജോസിൻ്റെ. അങ്ങനെ ജോസ് എല്ലാ ഗുണ്ടകളെയും തല്ലി ഓടിക്കുകയാണ്. ഈ സമയം ജെറിയുടെ തലയ്ക്ക് ഒരു പരിക്കു പറ്റുന്നു. വന്ന വില്ലന്മാർ ജെറിയുടെ തലയ്ക്ക് ഒരു അടി കൊടുത്തതാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന നമ്മുടെ ജെറിയെയാണ്. ജെറി പ്രണയിക്കുന്ന ഇന്ദുവിൻ്റെ വീട്ടുകാരാണല്ലോ ഈ സ്ഥിതി ജെറിക്കുണ്ടാക്കി വെച്ചത്. ഇന്ദുവിനെ വേറൊരു വിവാഹം കഴിപ്പിക്കാനായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ ജെറിയും ഇന്ദുവും നല്ല സ്നേഹത്തിലാണെങ്കിൽ അത് ജോസേട്ടൻ നടത്തി തരുമെന്ന് അങ്ങ് പറയുന്നു. നമ്മുടെ നായകൻ അങ്ങനെ ഇന്ദുവിനെ കൊണ്ടുവരാനായി പോകുന്നു. അടുത്ത സീനിൽ ഇന്ദുവിൻ്റെയും അനീത്തിയുമാണ് കാണിക്കുന്നത്. അവൾ അനിത്യയോട് ജെറി എന്നെ കൊണ്ടുവരാൻ വരുമെന്നും ഇവിടുന്ന് ഞാൻ പോകുമെന്നും പറയുന്നു. ആ സമയം കറക്റ്റായിട്ട് നമ്മുടെ ജോസ് അവിടെ എത്തുന്നു. വീട്ടുകാരോട് കാര്യം പറഞ്ഞ് അവളെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ നോക്കുന്നു. അവളുടെ വീട്ടുകാരാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മുടെ ജോയ്സ് അവർക്ക് 4 അടിയും കൊടുത്ത് അവളെയും കൊണ്ട് തിരിച്ചു പോകുന്നു. നമ്മുടെ ജോസേട്ടൻ അങ്ങനെ ഇന്ദുവിനെ ജെറിയുടെ അടുത്ത് എത്തിക്കുന്നു. എന്നാൽ അവളുടെ വീട്ടുകാർ പ്രശ്നമുണ്ടാക്കുന്നു. അതുകൊണ്ട് എല്ലാം വേണ്ട എന്ന് വെക്കാമെന്നായിരുന്നു ജെറിയുടെ പ്ലാൻ. അങ്ങനെ ഇന്ദുവിനെ വിളിച്ചിറക്കി കൊണ്ടുവന്ന നായകൻ പെട്ടുപോയി. ഇനി ഇന്ദുവിനെ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നു. ഇന്ദുവിനോട് തിരിച്ചു കൊണ്ടാക്കട്ടെ എന്ന് നായകൻ ചോദിക്കുമ്പോൾ അവൾ വീട്ടിലേക്ക് തിരിച്ചു പോകില്ല എന്ന് പറയുന്നു. അപ്പോൾ ജോസ് താൻ കുറച്ചുകൂടി ആലോചിച്ച് തീരുമാനമെടുക്കണമായിരുന്നു, ഇപ്പം നീയും വഴിയിലായി എന്ന് പറയുന്നു. അപ്പോൾ ഇന്ദു അവൾ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നതെന്നും അവളെ വണ്ടി കയറ്റി വിട്ടാൽ മതി, അവൾ പൊയ്ക്കോളാം എന്നും പറയുന്നു. അങ്ങനെ നമ്മുടെ ജോസ് അവളെ വണ്ടി കയറ്റി വിടുന്നു. നായകൻ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ വീട്ടിലിതാ പോലീസുകാർ. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, നീ ഇന്ദു എന്ന പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി, അത് അന്വേഷിക്കാൻ വന്നവരാണെന്ന്. അയ്യോ, ഞാൻ അവളെ തട്ടിക്കൊണ്ടുവന്നതൊന്നുമല്ല, പിന്നെ അവൾ ചെന്നൈക്ക് തിരിച്ചു പോയി എന്ന് പറയുന്നു. അപ്പോൾ പോലീസുകാർ എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ കണ്ടെത്തി വീട്ടിലേക്ക് എത്തിക്കാൻ പറയുന്നു. അങ്ങനെ ജോസ് കയറ്റിവിട്ട ബസ് പുറകെ പോകുന്നു. വണ്ടി തടഞ്ഞ് അവളോട് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. എന്നാൽ വീട്ടിലേക്കില്ല എന്നവൾ തറപ്പിച്ചു പറയുന്നു. പക്ഷേ അവളെ ഒറ്റയ്ക്ക് വിടാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ ജോസും ഒപ്പം ചെന്നൈയിലേക്ക് പോകുന്നു. അടുത്ത സീനിൽ ഇന്ദുവിനെയാണ് കാണിക്കുന്നത്. അവൾ അവിടെ ഒരു ബാങ്കിലെ മാനേജറായിരുന്നു. അവൾ ഡ്യൂട്ടിക്ക് എത്തുന്ന സമയം അവളുടെ അടുത്തേക്ക് ദിലീഷ് പോത്തൻ എത്തുന്നു. അയാൾ ഒരു വലിയ ബിസിനസ്മാൻ ആണ്. അയാൾക്ക് വലിയൊരു ബിസിനസ് ലോൺ ശരിയാക്കി കൊടുത്തതുകൊണ്ട് അതിന് നന്ദി പറയാനാണ് അയാൾ അവിടെ വന്നത്. കുറച്ചു നേരം കഴിയുമ്പോൾ അവിടേക്ക് നമ്മുടെ നായകനും എത്തുന്നു. തിരിച്ച് നാട്ടിലേക്ക് വരാൻ ഇന്ദുവിനോട് പറയുന്നു. വന്നില്ലെങ്കിൽ അത് തനിക്കും പ്രശ്നമാകുമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുന്നു. എന്നാൽ ഇന്ദു എനിക്ക് താല്പര്യമില്ല ഇനി അതിന്, എന്നാൽ താൻ എൻ്റെ പുറകെ നടക്കരുത് എന്നും പറയുന്നു. അവൾ സെക്യൂരിറ്റിയെ കൊണ്ട് നായകനെ പുറത്താക്കുന്നു. അടുത്ത സീനിൽ ജെറിയെയാണ് കാണിക്കുന്നത്. ജെറിയും ഒരു ബാങ്കിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അവൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി അവനോട് വന്ന് പറയുകയാണ്,
വിഘ്നേഷ് എന്ന അക്കൗണ്ട് ഹോൾഡറുടെ കയ്യിൽ നിന്ന് നീ കൈക്കലാക്കിയ 70 ലക്ഷം രൂപ ആ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചിടണമെന്ന്. എന്നാൽ ജെറി, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുന്നു. അതെ, നിന്റെ പാസ് കീ ഉപയോഗിച്ചാണ് ആ എമൗണ്ട് ട്രാൻസ്ഫർ ആയേക്കുന്നത്. അയാളുടെ ഫാമിലി ഓൾറെഡി ഒരു കംപ്ലൈൻറ്റ് തന്നായിരുന്നു. എന്നാൽ പിന്നീട് അത് ചോദിച്ച് അവർ ഇവിടെ എത്തിയിട്ടില്ല. എനിക്കെന്തോ പന്തികേട് തോന്നുന്നു എന്ന് അവൾ പറഞ്ഞു. ഇത് കേട്ട് ജെറി ആണെങ്കിൽ അതിനെപ്പറ്റി എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായി ചോദിച്ചു മനസ്സിലാക്കുന്നു. അങ്ങനെ ജെറി അതിനെപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങുന്നു. ജെറിയുടെ പാസ് കീ ഉപയോഗിച്ച് ഏതൊരു ഫ്രോഡാണ് ഇങ്ങനെ ചെയ്തത്. ഇതുപോലത്തെ കുറേ ട്രാൻസാക്ഷൻസും നടന്നിട്ടുണ്ട്. ഇതിന് പുറകിൽ ആരായാലും അവനെ കണ്ടുപിടിക്കുമെന്ന് ജെറി ശബ്ദമെടുക്കുന്നു. അടുത്ത സീനിൽ വെട്രിവേലൻ എന്ന ഈ മൂവിയുടെ വില്ലനെയാണ് കാണിക്കുന്നത്. ഹെലികോപ്റ്ററിൽ ഒരു അടിപൊളി ഇൻട്രോയോടെയാണ് ഈ വില്ലൻ എത്തുന്നത്. ഇവൻ നാട്ടിലെ MLA-മാരെ എല്ലാവരും വിലക്കെടുത്ത് അവരുടെ കൂടെ നിർത്തി പവർ ഉണ്ടാക്കുകയാണ്. ഇവന് പിന്നെ വേറൊരു സ്വഭാവം കൂടിയുണ്ട്. അവനെതിരെ ആര് തിരിഞ്ഞാലും അവൻ അവരെ എല്ലാവരെയും കൊല്ലും. അയാൾക്ക് പിന്നീട് ഒരു വലിയ ഫിഷ് ഫാക്ടറിയും കൂടിയുണ്ട്. അയാൾക്കെതിരെ നിൽക്കുന്നവരെ ഫാക്ടറിയിൽ കൊണ്ടുവന്ന് മീൻ കട്ട് ചെയ്യുന്ന മെഷീനിലിട്ട് പീസാക്കി അയാൾ തീർത്ത് കളയും. അങ്ങനെ വീണ്ടും നമ്മുടെ ഇന്ദു ജോസിനെ ചെന്നൈയിൽ വെച്ച് മീറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഇതുവരെ നാട്ടിലേക്ക് പോയില്ലേ എന്ന് ചോദിച്ചപ്പോൾ പോയാൽ പോലീസ് അറസ്റ്റ് ചെയ്യും എന്ന് പറയുന്നു. ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് നിൽക്കണമെന്ന് ജോസ് പറയുന്നു. അവൾ കാരണമാണല്ലോ ഇയാൾക്ക് ഇങ്ങനെ വന്നത്, അതുകൊണ്ട് അവൾ ജോലി ശരിയാക്കി തരാം എന്ന് ജോസിനോട് പറയുന്നു. അപ്പോൾ അവൾ അന്ന് ഹെൽപ്പ് ചെയ്തു കൊടുത്ത ബിസിനസ്മാൻ, അതായത് നമ്മുടെ ദിലീഷ് പോത്തനെ വിളിച്ച് എൻ്റെ ഫ്രണ്ടിന് ഒരു ജോലി കൊടുക്കണമെന്ന് പറയുന്നു. ദിലീഷ് പോത്തനാണെങ്കിൽ എനിക്കൊരു പേഴ്സണൽ ഡ്രൈവറിന് ആവശ്യമുണ്ട്, അപ്പോൾ ഇവിടേക്ക് വിട്ടോളാൻ പറയുന്നു. അങ്ങനെ ജോസ് ആ ജോലി ഏറ്റെടുക്കുന്നു. അങ്ങനെ ദിലീഷ് പോത്തൻ്റെ ഒപ്പം ഒരു ദിവസം ഒരു ഡീലിന് വേണ്ടി സുനിൽ എന്ന അയാളെ കാണാൻ വേണ്ടി ഇവർ രണ്ടുപേരും കൂടി പോകുന്നു. അവിടെ ഡീലിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സുനിലിൻ്റെ ഗുണ്ടകൾ ദിലീഷ് പോത്തനെ അറ്റാക്ക് ചെയ്യുന്നു. നമ്മുടെ ടെർബോ ജോസ് മാസായി എല്ലാവരും അടിച്ച് വീഴ്ത്തി ദിലീഷ് പോത്തനെ രക്ഷിക്കുന്നു. അങ്ങനെ ദിലീഷ് പോത്തന് നമ്മുടെ നായകനെ നന്നായി ബോധിച്ചു. അങ്ങനെ ഒരു ഫ്ലാറ്റും താമസിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം അയാൾ ചെയ്തു കൊടുത്തു. അങ്ങനെ നമ്മുടെ നായകൻ അമ്മച്ചിയെ ചെന്നൈയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ഇന്ദുവിൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളും ഒതുക്കി തീർക്കുന്നു. ആ സമയം ജെറി ആ ഫ്രോഡിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു. അതിൻ്റെ ഭാഗമായി അവൻ നിരവധി തവണ ഇന്ദുവിനെ കോൺടാക്ട് ചെയ്യാൻ നോക്കി, എങ്കിലും നായിക കോൾ എടുത്തില്ല. അടുത്ത സീനിൽ ഇന്ദുവും അവളുടെ അനിയത്തിയും ജോസിന്റെ ഫ്ലാറ്റിലേക്ക് എത്തിയിരിക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ അമ്മിച്ചിയുമായി അവർ സംസാരിച്ചിരിക്കുമ്പോൾ നായികയുടെ അനിയത്തി ജോസേട്ടൻ എന്താ കല്യാണം കഴിക്കാത്ത എന്ന് ചോദിക്കുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ നടന്നൊരു സംഭവം ജോസ് പറയുന്നു. ഉരുൾപൊട്ടലിൽ അപ്പനും അനിയത്തിയും മരണപ്പെടുന്നു. അന്ന് തനിച്ചായതാണ് താനും അമ്മച്ചിയും. പിന്നെ ആരും ജീവിതത്തിലേക്ക് വന്നിട്ടില്ല എന്ന് അയാൾ പറയുന്നു. അടുത്ത സീനിൽ നമ്മുടെ ജെറി ആ ഫ്രോഡിനെ കണ്ടുപിടിക്കുന്നു. അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ വെട്രിവേൽ എന്ന വില്ലനാണെന്ന് അവൻ അറിയുന്നു. വിഘ്നേഷ് കംപ്ലൈൻറ്റ് ചെയ്തതുകൊണ്ടാണ് അയാളെയും അയാളുടെ ഫാമിലിയെയും വെട്രിവേലും തീർത്ത് കളഞ്ഞത്. അങ്ങനെ ജെറി അവരുടെ സീനിയർ ഓഫീസേഴ്സിനെ വിളിച്ച് ഇതെല്ലാം പറയുന്നു. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അവരിതെല്ലാം വെട്രിവേലിനോട് പറയുന്നു. കാരണം വെട്രിവേലിനെ സഹായിച്ചത് ഇവരെല്ലാമായിരുന്നു. ഇതൊന്നും ജെറിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ജെറിയെയും കൊല്ലാൻ അവർ തീരുമാനിക്കുന്നു. ഇതെല്ലാം ജെറി ഇന്ദുവിനോട് പറയാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ അവൾ കോൾ എടുത്തില്ല. ലാസ്റ്റ് ജെറി ജോസിന്റെ ഫ്ലാറ്റിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ജോസേട്ടനൊപ്പം ഉണ്ടെങ്കിൽ അവൾ എന്തായാലും ഞാൻ പറയുന്നത് കേൾക്കുമെന്നും അവളുടെ ഹെൽപ്പ് വേണമെന്നും ജെറി പറയുന്നു. അപ്പോൾ ജോസ് ജെറിയോട് ഫ്ലാറ്റിൽ വെയിറ്റ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ ജോസും അമ്മച്ചിയും പുറത്തു പോയിരിക്കുകയായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ കാണുന്നത് തൂങ്ങി മരിച്ചു നിൽക്കുന്ന നമ്മുടെ ജെറിയാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ വെട്രിവേലനാണ്. ഈ സമയത്താണ് മൂവിയുടെ ഇന്റർവെൽ. സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് സീൻ പോലീസുകാർ ജെറിയുടെ കേസ് അന്വേഷിച്ച് അത് പ്രണയ നൈരാശ്യമാണ് എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ നമ്മുടെ ജോസിന് എല്ലാം അറിയാമായിരുന്നു. അപ്പോൾ വിൻസെന്റ് വെട്രിവേലിനോട് ജെറി ഇന്ദു എന്ന പെണ്ണായി റിലേഷനിലായിരുന്നു എന്നും അപ്പോൾ അവൻ കണ്ടുപിടിച്ച എല്ലാ എവിഡൻസും എല്ലാ കാര്യങ്ങളും അവളോട് പറയുമായിരിക്കും എന്നും പറയുന്നു. അപ്പോൾ അവളെയും വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ വെട്രിവേലൻ പറയുന്നു. പിറ്റേ ദിവസം ബാങ്കിലെത്തിയ ഇന്ദു തന്നെ ടെർമിനേറ്റഡ് ആക്കി എന്ന് അറിയുന്നു. എന്നാൽ ആർക്കും കാരണമറിയില്ല. ഇതിൻ്റെ പിന്നിൽ വെട്രിവേലനാണ്. അങ്ങനെ വിഷമത്തോടെ അവൾ അനിയത്തിയെ വിളിച്ചു പറയുന്നു. കാരണമറിയില്ല, പക്ഷെ എന്തോ പ്രശ്നങ്ങളുണ്ട്, ജോസ് ഏട്ടനോട് പറയണം എന്ന് പറഞ്ഞ് ബസ്സിൽ കയറുന്നു. ആ ബസ്സിൽ വെട്രിവേലിൻ്റെ ആളുകളും കയറിയിട്ടുണ്ട്. എന്നിട്ട് അവളെ അറ്റാക്ക് ചെയ്യുന്നു. അവിടെ കറക്റ്റ് ടൈമിൽ നമ്മുടെ നായകൻ എത്തുന്നു. നായകൻ നായികയെ സേവ് ആക്കുന്നു. ഫ്ലാറ്റിൽ എത്തിയപ്പോൾ ജോലി പോയ കാര്യം എല്ലാം ജോസിനോട് പറയുന്നു.
അപ്പോൾ ജെറിയുടെ ഒപ്പം വർക്ക് ചെയ്ത ലേഡി, അതായത് ഇല്ലീഗൽ ട്രാൻസ്ഫർ ആ കാര്യം പറഞ്ഞ ലേഡി അവിടെ എത്തുന്നു. അവൾ എല്ലാം ഡീറ്റെയിൽ ആയി ഇവരോട് പറയുന്നു. ഇതെല്ലാം വെട്രിവേലനാണ് ചെയ്യുന്നതെന്ന് പറയുന്നു. ഇപ്പോഴാണ് അവർക്ക് എല്ലാം ക്ലിയർ കട്ടായി മനസ്സിലായത്. ജെറി ആ ലേഡിയോട് ഇൻ കേസ് അവൻ എന്തെങ്കിലും പറ്റിയാൽ ഇതെല്ലാം ഇന്ദുവിനെ അറിയിക്കണം എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ എല്ലാ എവിഡൻസും ആ ലേഡി ഇന്ദുവിന് കൈമാറുന്നു. നമ്മുടെ ദിലീഷ് പോത്തൻ വെട്രിവേലിന്റെ എല്ലാ പ്ലാനിങ്ങും അറിഞ്ഞ് ജോസിനോട് വിളിച്ച് ജീവൻ ആപത്താണ്, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറയുന്നു. അങ്ങനെ ജോസ് നായികയോട് നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്യാത്ത നമ്മൾ പോകണ്ട എന്നും പേടിച്ച് അവൾ ഓടില്ല എന്നും ഞാനിത് നിയമപരമായി തന്നെ നേരിടാൻ പോവുകയാണെന്നും പറയുന്നു. അങ്ങനെ നായിക ഒരു പോലീസുകാരനെ കോൾ ചെയ്ത് കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പോൾ അയാൾ ശരി നേരിട്ട് കാണാമെന്നും എല്ലാ എവിഡൻസും തനിക്ക് നേരിട്ട് തരണമെന്നും പറയുന്നു. അയാളെ വിശ്വസിച്ച് എവിഡൻസ് ഒക്കെ കൈമാറിയപ്പോഴാണ് അയാളും വെട്രിവേലിന്റെ ആളാണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ വെട്രിവേലിന്റെ ആളുകൾ ഇരുവരെയും പിടികൂടി ആക്രമിക്കുന്നു. നായകൻ സ്റ്റണ്ടൊക്കെ ചെയ്ത് നായികയെ കൂട്ടി അവിടുന്ന് രക്ഷപ്പെടുന്നു. ഇതേ സമയം വെട്രിവേൽ വിൻസെന്റിനോട് ഇന്ദുവിന്റെ സിസ്റ്ററിനെയും ജോസിന്റെ അമ്മച്ചിയെയും പിടികൂടാൻ പറയുന്നു. അപ്പോൾ ഈസിയായി ജോസിനെ ഇന്ത്യയും പിടിക്കാമെന്ന് പറയുന്നു. ഈ സമയം തന്ത്രപരമായി ഓൾറെഡി നമ്മുടെ ജോസ് ഇവരെ രണ്ടുപേരും സേഫ് ആക്കിയിരുന്നു. ജോസ് അവരെ പറ്റിച്ച പോലീസുകാരൻ്റെ വീട്ടിൽ പോയി തോക്ക് കാട്ടി അയാളെ പേടിപ്പിക്കുന്നു. എന്നിട്ട് അയാളുടെ വണ്ടിയിൽ തന്നെ രക്ഷപ്പെടുന്നു. പോലീസ് വണ്ടി ആയതുകൊണ്ട് ആർക്കും സംശയമൊന്നും തോന്നില്ലല്ലോ. അപ്പോൾ പോലീസുകാരനെ അവസാനം ഇറക്കി വിടുന്നു. പോലീസുകാരൻ അപ്പോൾ തന്നെ വെട്രിവേലിനെ വിളിച്ച് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ വെട്രിവേലൻ ഇവരുടെ പുറകെ പോകാൻ ആൾക്കാരെ വിടുന്നു. പിന്നെ മൂവിയിൽ കാണുന്നത് ഒരു അടിപൊളി ചേസിങ് സീനാണ്. അങ്ങനെ നായകന്റെ വണ്ടി ഇടിച്ച് സൈഡാക്കി ഇന്ദുവിനെയും കൊണ്ട് അവർ പോകുന്നു. എന്നാൽ നായകൻ അവളെ സേവ് ചെയ്യാൻ വേണ്ടി പുറകെ പോകുന്നുണ്ട്. അമ്മയെയും അനീതിയെയും സേഫാക്കി വെച്ചിട്ടാണ് നമ്മുടെ നായകൻ പോകുന്നത്. അവളെ ഫിഷ് ഫാക്ടറിയിലേക്കാണ് കൊണ്ടുപോയത്. പാവം നമ്മുടെ നായികയെ കെട്ടിയിട്ട് അവർ കുറെ അടിച്ചു. പിന്നീട് മീൻ മുറിക്കുന്ന മെഷീനിലേക്ക് ഇടാനായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ നായകൻ അവരെ എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നു. ജെറിയെ കൊന്ന വിൻസെന്റിനെ അതുപോലെ തന്നെ കെട്ടിത്തൂക്കിയാണ് കൊല്ലുന്നത്. ഏറ്റവും അവസാനം വെട്രിവേലിനെ അയാൾ എല്ലാവരെയും കൊല്ലുന്നത് പോലെ കട്ട് ചെയ്ത് പുറത്തെടുക്കുന്നു. അങ്ങനെ അവർ രക്ഷപ്പെട്ടു പോകുന്നു. പിന്നീട് 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. നമ്മുടെ നായകൻ ഈ നടന്ന കാര്യങ്ങളെല്ലാം അവൻ്റെ ഫാമിലിയോട് ഷെയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് കോളിംഗ് ബെൽ അടിക്കുന്നു. ഡോറ് തുറന്നു നോക്കിയപ്പോൾ അവിടെ ഒരു പാർസൽ ഇരിക്കുന്നു. അത് തുറന്നു നോക്കിയപ്പോൾ പാവം നമ്മുടെ നായകനെ സഹായിച്ച ദിലീഷ് പോത്തൻ്റെ തലയാണ്. അതിൻ്റെ ഒപ്പം ഒരു കത്തുമുണ്ടായിരുന്നു. കത്ത് വായിച്ചപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത്, നീ ഒരു കടലിലെ വെറും ഒരു മീനിയാണ് ഇല്ലാതാക്കിയിട്ടുള്ളൂ, സ്രാവ് ഇനിയും ബാക്കിയാണ്, അതുകൊണ്ട് നീ സ്രാവുമായിട്ടുള്ള ഏറ്റുപൊടുത്തലിന് റെഡി ആയിക്കോ എന്നാണ് എഴുതിയിരുന്നത്. ഈ ലെറ്റർ വായിക്കുമ്പോഴുള്ള ശബ്ദം നമ്മുടെ വിജയ് സേതുപതിയുടെയാണ്. അപ്പോൾ ഇത് ടർബോ 2ാം ഭാഗത്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സസ്പെൻസായി നമ്മുടെ ഈ മൂവി എൻഡ് ചെയ്യുന്നു. എല്ലാവർക്കും നമ്മുടെ മൂവി ഇഷ്ടപ്പെട്ടില്ലേ? ഇതിലെ കട്ട്സ് എല്ലാം ട്രെയിലർ ഷോട്ട്സ് ആണ്. ഇഷ്ടമുള്ളവർ എന്തായാലും നമ്മുടെ ഈ മൂവി തിയേറ്ററിൽ തന്നെ പോയി കാണണം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.